CMDRF തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി മന്ത്രി കെ രാജൻ. വിജിലൻസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് മന്ത്രി വ്യക്തമാക്കി. 10,000-കണക്കിന് മനുഷ്യർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സംഭാവന നൽകുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രചരണം. സാധാരണക്കാരന് ലഭ്യമാകുന്ന ഒരു ആനുകൂല്യവും ഇതിന്റെ പേരിൽ നിർത്തിവെക്കില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കർശനമായ കാര്യത്തിൽ വിശദീകരിക്കും. ആ വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കുറ്റക്കാരാരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കർശനമായ നടപടിക്ക് വിധേയമാകും. 10,000-കണക്കിന് കേസുകൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ അപൂർവമായ ചില കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ പ്രചരണം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേസുകൾ എത്രയുണ്ട് എന്ന് പരിശോധിക്കാം. സാധാരണക്കാർക്ക് ഇതിന്റെ പേരിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യവും നിർത്തിവെക്കില്ല. അത് കർശനമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ പ്രതിപക്ഷത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടൂർ പ്രകാശിന്റെ പങ്കാളിത്തവും പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലും പുറത്തുവന്നു. വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഇനിയും വരും. മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.